നമസ്കാരം. ഞാൻ എന്റെ ഗെയിം ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നു. എന്റെ സന്തോഷവും എന്റെ ദുഃഖവും എന്റെ ദേഷ്യവും അവൻ പറയാതെ പറഞ്ഞ മറ്റൊന്ന് എന്റെ പ്രണയവും ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നു. ഒരു വാക്ക് പോലും ജാസ്മിന്റെ അടുത്ത് മിണ്ടാതെ, ജാസ്മിനെ ഒന്ന് പേരെടുത്ത് പോലും വിളിക്കാതെ അളിയൻ പൊടിയും തട്ടിപ്പോയി. ജാസു എന്തായിരുന്നു? അയ്യോ 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 പറ്റൂല. വളരെ വളരെ വലിയ ഒരു ആക്ടിങ് പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. എന്തോ എനിക്ക് മാത്രം തോന്നിയെന്ന് അറിയത്തില്ല. എനിക്ക് ആദ്യമൊക്കെ കുറെ ആക്ടിങ് പോലെയാണ് തോന്നിയത്. പിന്നെ റിയലൈസ് ചെയ്ത് പിന്നെ എന്ത് പറഞ്ഞു, കഷ്ടപ്പെട്ടൊക്കെ കരയുന്നുണ്ട്. പിന്നീട് അവസാനമൊക്കെ സങ്കടം വന്നു തോന്നുന്നു. പക്ഷെ ആദ്യമൊക്കെ എനിക്ക് അതൊരു ആക്ടിങ് പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ജബ്രി കോമ്പകൾ വിട പറഞ്ഞു. സയാമേസ് ഇരട്ടകൾ വേർപിരിഞ്ഞു. ഇനി ജാസ്മിൻ എന്ത് ചെയ്യും? ജാസ്മിന്റെ സങ്കടം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ജാസ്മിന്റെ സങ്കടം മറ്റൊന്നുമല്ല, ഇനി പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു കൂട്ടിയ കള്ളത്തരങ്ങൾ എല്ലാം പൊളിയും. എന്റെ ഗബ്രി, എന്റെ നിത്യഹരിത കാമുകൻ എല്ലാം അറിയും. ഞാനൊരു ഒന്നാം തരം തേപ്പുകാരിയാണ് എന്നുള്ള സത്യം ഗബ്രി ഏതാനും മണിക്കൂറുകൾക്കകം തിരിച്ചറിയാൻ പോകുന്നു. എന്നെ പിന്നെ വെറുത്ത് പണ്ടാരമടങ്ങുമെന്ന് ജാസ്മിന് നന്നായി അറിയാം. മനസ്സിലായോ? യവൻ ഇവിടെ പോകുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും കറക്കി ഒതുക്കി തന്റെ വരുതിയിലാക്കണമെന്ന് ജാസ്മിൻ ഉറപ്പിച്ചിരുന്നു. പക്ഷെ അത് നടന്നില്ല. ജാസ്മിൻ ആദ്യമൊക്കെ ആര് പോകും? അൻസിബ പോകുമെന്ന് ജാസ്മിൻ കരുതി. അവസാനം തന്റെ പ്രാണനാഥൻ ഗബ്രിക്ക പോയപ്പോൾ എല്ലാം തകർന്ന് പൊട്ടിക്കരയുന്ന ജാസുട്ടിയെ നമ്മൾ കണ്ടു. അതായത് വെളിയിൽ ഒരുത്തനെ പ്രണയിച്ചു, വഞ്ചിച്ചു, പറ്റിച്ച് അവന്റെ എല്ലാം ഊറ്റിയെടുത്ത് ഇവിടെ വന്ന് പുതിയ ഒരുത്തനെ കണ്ട് അവന്റെ പുറത്ത് കയറി മേഞ്ഞ് അവസാനം എന്ത് ചെയ്തു? അവന്റെ നല്ലൊരു ഗെയിമറായിരുന്ന അവനെയും നശിപ്പിച്ചു. ഈ ബിഗ് ബോസിൽ നല്ല കുറെ കോണ്ടന്റ് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരുത്തനെയും നശിപ്പിച്ച് ഇപ്പൊ ഒന്നുമില്ലാതായല്ലോ. ലവൻ പുറത്തിറങ്ങി നിന്റെ ജീവിത ചരിത്രം കാണുമ്പോ, നീ തേച്ചിട്ട് പോയ പയ്യന്മാരുടെ കഥകൾ കേൾക്കുമ്പോ അവൻ തന്നെ ഇനി തിരിഞ്ഞു നോക്കൂന്ന് തോന്നുന്നുണ്ടോ ജാസു? അതവൻ സ്റ്റേഡിയത്തിൽ അതായത് ആ സ്റ്റേജിൽ വന്ന് നിന്നപ്പോ തന്നെ അവൻ പറഞ്ഞു, ഞാൻ എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോണേന്ന്. എന്റെ ഗെയിം, നീ അവന് വെറും ഗെയിമായിരുന്നു എന്നാണ് അവൻ പറയാതെ പറയുന്നത്. നിന്നെ പിടിച്ചതും തലോടിയതും ഉമ്മ വെച്ചതും ഐ ലവ് യു പറഞ്ഞതും നിനക്ക് ഞാൻ നിന്റെ അച്ഛനാണ്, അമ്മയാണ്, തേങ്ങയാണ്, മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞത് വെറും ഗെയിമായിരുന്നു എന്ന്. സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യ. ഇന്ന് നമ്മുടെ പ്രേക്ഷകർ മൊത്തം സന്തോഷിക്കും. അമ്മാതിരി ദിവസമായിരുന്നു. എല്ലാരും പറഞ്ഞു ബിഗ് ബോസ് കള്ളത്തരം കാണിക്കും, വോട്ടിംഗിൽ തിരിമറി നടത്തും, അഭിഷേക് ശ്രീകുമാർ പോകുമെന്നുള്ളൊക്കെ വാർത്തകൾ വന്നു. അതൊക്കെ വെറും അഭ്യൂഹങ്ങൾ മാത്രമായിരുന്നു എന്നും പ്രേക്ഷകരുടെ വോട്ടിന് വിലയുണ്ട് എന്നും പ്രേക്ഷകരുടെ വോട്ടാണ് ഒരാൾ പുറത്താകുന്നതിൽ ഏറ്റവും വലിയ മാനദണ്ഡമെന്നും ഇവിടെ തെളിയിച്ച ഒരു എപ്പിസോഡ് കൂടിയായിരുന്നു. മനസ്സിലായോ? ആണല്ലോ, അതാണല്ലോ കഴിഞ്ഞു പോയത്. എന്നാലും ഗബ്രി, നീ അവളെ ഒരു പേരെങ്കിലും നിനക്കൊന്ന് എടുത്ത് പറഞ്ഞിട്ടില്ലേ? ജാസു, ഞാൻ നമുക്ക് വെളിയിറങ്ങുമ്പോ കാണാം എന്നെങ്കിലും നീ പറയേണ്ടേ? ഒരു നിമിഷം നീ അവിടെ നിന്ന് അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് തിരിച്ചു വന്ന് സ്റ്റേജിലെത്തിയപ്പോ നിന്റെ മൈൻഡ് മൊത്തം മാറിയാടേ. ഇത്ര പെട്ടെന്ന് നീ അവളെ തഴഞ്ഞാടേ. അപ്പൊ നീ പുറത്തിറങ്ങി അവളുടെ സംഭവങ്ങളൊക്കെ അറിയുമ്പോഴോ? അഫ്സൽ എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട ചെറുക്കനെ തേച്ച് കട്ടയമ്പടം മടക്കിയാണ് അവൾ ഇവിടെ വന്ന് ഈ കണ്ട അപരാധങ്ങളെല്ലാം പ്രവർത്തിച്ചതെന്ന് താങ്കൾ അറിയുമ്പോ എന്തായിരിക്കും ഗതി? ആലോചിച്ച് നോക്ക്. താങ്കളുടെ വീട്ടുകാർ താങ്കളെ കാത്തിരിപ്പുണ്ട്. ഉണിച്ചു നിർത്തി നല്ല ചൂരലിട്ട് ഈ പെടലിയിൽ പെരട്ടത്ത് ഒരു 4 പട്ടയം തന്നാലേ നീ പഠിക്കത്തുള്ളൂ. നീ നല്ലൊരു ഗെയിമറായിരുന്നു. അവിടെ വന്ന ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ പെട്ട് ആവശ്യമില്ലാത്ത ചേഷ്ടകളും ആവശ്യമില്ലാത്ത പ്രവൃത്തികളിലും ഏർപ്പെട്ട് നാറാണക്കല്ലെടുത്ത് പുറത്തിറങ്ങുമ്പോൾ നിനക്ക് നിന്റെ മൊബൈൽ ഓണാക്കാൻ പറ്റൂടെ നിനക്ക്? നീ കാണിച്ചത് ഇന്ന് നിനക്ക് ഈ പറഞ്ഞ പോവാൻ സമയത്ത് കുറച്ച് വീഡിയോ ഇട്ട് കാണിച്ചു. അതൊന്നും അല്ല, ജനങ്ങൾ കണ്ണ് പൊത്തിയ ഒരുപാട് സീനുകളുണ്ട്. അതൊക്കെ നീ കാണുമ്പോൾ മനസ്സിലാവും. നീ പറഞ്ഞ വാക്കുകളും നീ പ്രവർത്തിച്ച പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും നീ എന്തുമാത്രം ചീപ്പായിട്ടായിരുന്നു, എന്തുമാത്രം വൃത്തികേടായിട്ടാണ് നീ അവിടെ
പ്ലേ ചെയ്തത് എന്നുള്ളത്. അപ്പോ ജാസ്മിന്റെ പ്ലാനുകളെല്ലാം പൊട്ടി. ഇനി ജാസ്മിൻ ഇരുന്ന് ചിന്തിക്കും, താൻ ചെയ്ത പാപങ്ങളുടെ ഭാരം എത്രയാണെന്ന് അവൾ തിരിച്ചറിയും. മനസ്സിലായോ? താൻ ചെയ്ത വഞ്ചന എത്രത്തോളം വലുതാണെന്ന് അവൾ തിരിച്ചറിയും. കാരണം ഇപ്പൊ ഒന്നും ആരുമില്ല. ഉത്തരത്തിലിരുന്ന ഗബ്രിയും പോയി, കശത്തിരുന്ന നമ്മുടെ അഫ്സലും പോയി. ഇപ്പൊ ആരുമില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് ഒറ്റയ്ക്കിരുന്ന് നീ ആലോചിക്കുക, നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എത്രയൊക്കെയാണ്, നീ ചെയ്തു കൂട്ടിയ ഈ പറയുന്ന തെറ്റുകൾ, വഞ്ചനകൾ എത്ര വലുതായിരുന്നു എന്ന് നീ ഇനി റിയലൈസ് ചെയ്യും. നിനക്ക് ഇനി തിരിച്ചറിവുണ്ടാവും. മനസ്സിലായോ? ഇപ്പൊ ആരും ഇല്ലല്ലോ. മനസ്സിലായോ? ഇവിടെ വന്ന് 2 മാസം അല്ലെങ്കിൽ ഒരു 30-20 ദിവസം കൊണ്ട് സ്വന്തം കാമുകനെയോ ഭർത്താവിനെയോ ആരോ ആയിക്കോട്ടെ മറന്നു പോകുന്ന സ്ത്രീകൾ ഒരിക്കലും നല്ല സ്ത്രീകളല്ല. ഞാൻ അങ്ങനെ പറയും. ഏത് സാഹചര്യമായാലും ശരി, അവിടെ നീ മാത്രമല്ല സ്ത്രീ ആയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പെൺകുട്ടികൾ അവിടെയുണ്ട്. അവർക്കാർക്കും ഈ കുഴപ്പമില്ലായിരുന്നു. താങ്കൾക്കാണ് ഈ കുഴപ്പം ഉണ്ടായത്. മനസ്സിലായി? അപ്പൊ അങ്ങനെ ഒരു പാപം നീ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപത്തിന്റെ ഫലം നീ പേറുക തന്നെ വേണം. നീ അത് അനുഭവിക്കുക തന്നെ വേണം. മനസ്സിലായി? അനുഭവിക്കാതെ ഒരിടത്തും പോകത്തില്ല. അമ്മാതിരി ചെയ്ത്താണ് നീ ചെയ്തിരിക്കുന്നത്. നിന്നെയും സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഈ ഉപഭൂഖണ്ഡത്തിൽ ആളുണ്ട് എന്നുള്ളതാണ്. ഈ കൊച്ചു കേരളത്തിലായാലും അതിനുള്ള ആളുണ്ട്. ഇതുപോലുള്ള നെറുകേടുകൾ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാനും ആളുണ്ട്. മനസ്സിലായോ? നീ ഇനിയും അവിടെ നിൽക്കും. എന്തൊക്കെ വൃത്തികേടുകൾ ചെയ്താലും, എന്തൊക്കെ വഞ്ചനകൾ ചെയ്താലും, സ്വന്തം ഭാര്യയെ വഞ്ചിച്ചാലും, അമ്മയെ വഞ്ചിച്ചാലും, കാമുകിയെ വഞ്ചിച്ചാലും, ഒരു 10 ദിവസം മാറി നിന്ന് മറ്റൊരുത്തന്റെ കൂടെ പോയാലും അവളെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെയും ന്യായങ്ങൾ നിർത്താൻ വേണ്ടിയിട്ട് കുറെ പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോവും. മനസ്സിലായോ? അമ്മാതിരി ആൾക്കാർ ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് നീ ഇന്നും അവിടെ നിൽക്കുന്നത്. അപ്പോൾ ജാസ്മിനെ, നീ ഇനി തിരിച്ചറിയും. ഇനിയാണ് നീ തിരിച്ചറിയാൻ പോകുന്നത്. ഇനി നിന്റെ ഗെയിം എന്താണെന്ന് നോക്കാമല്ലോ. ഇനി നിന്റെ ഗെയിം അറിയാം. നീ അവിടെ കിടന്ന് മോങ്ങിയിട്ടോ കരഞ്ഞിട്ടോ ഒന്നും ഒരു പ്രയോജനമില്ല, ഒരു ഫലവുമില്ല. നീ ചെയ്ത പാപത്തിന്റെ ഫലം നീ തന്നെ പേറേണ്ടതായിട്ട് വരും. അത് എപ്പോഴായാലും എന്നായാലും നീ തന്നെ. അത് ആർക്കും പങ്കിട്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല. നീ ചെയ്തത് അതിന്റെ ഫലം നീ തന്നെ അനുഭവിക്കണം. അമ്മാതിരി ചെയ്ത്താണ് നീ ചെയ്തത്. മനസ്സിലായോ? ഇത്രയും കാലം എന്ത് ചെയ്തു? ഇവനെ കൊണ്ടുവരാതെ, നോമിനേഷനിൽ കൊണ്ടുവരാതെ, ബിഗ് ബോസ് ഒക്കെ കുറച്ച് കളിച്ച് കൊണ്ടുവരട്ടെ, നിങ്ങൾ എത്രത്തോളം പോവട്ടെ നോക്കി. പക്ഷെ അവസാനം ഗത്യന്തമില്ലാതെ ഈ പറയുന്ന വെറും 4% വോട്ടാണ് ഈ പറയുന്ന ഗബ്രിക്ക് കിട്ടിയത്. വെറും 4%. അപ്പൊ എത്രത്തോളം നിങ്ങളുടെ ജോഡികളെ ഈ പ്രേക്ഷകർ വെറുത്തിരുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ 4% വോട്ടെന്ന് പറയുന്നത്, അല്ലേ? അതിന്റെ വലിയൊരു തെളിവാണ് 4% വോട്ട്. ഗബ്രി നാട്ടിൽ പോകുമ്പോൾ തിരിച്ചറിയും എന്താണ് നീ ഇവിടെ കാട്ടിക്കൂട്ടിയതെന്ന്. നീ എന്തൊക്കെ ചേഷ്ടകളാണ്, എന്തൊക്കെ വൃത്തികേടുകളാണ് ഇവിടെ കാട്ടിക്കൂട്ടിയത്. അപ്പൊ എന്തായാലും ഇന്ന് BB പ്രേക്ഷകർക്ക് ആഹ്ലാദിക്കാനും അർമാദിക്കാനുമുള്ള ദിവസമാണ്. ഈ പറഞ്ഞ പ്രേക്ഷകർ ഒന്നടങ്കം ആഗ്രഹിച്ച, പല ആഴ്ചകളായി ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഒരു കാര്യമാണ് ഇന്ന് BB അവർക്ക് നടത്തിക്കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഗബ്രി എന്ന് പറയുന്ന ആസ്ഥാന കോഴി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നു. നമുക്ക് കൂടുതൽ ഡീറ്റെയിലുമായിട്ട് വീണ്ടും കാണാം. പിന്നെ എവിക്ഷന്റെ കേസിൽ ഒരു എവിക്ഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. വേറെ ആരും എവിക്റ്റ് ആയിട്ടില്ല. ഗബ്രി മാത്രമേ എവിക്റ്റ് ആയിട്ടുള്ളൂ. മറ്റാരും എവിക്റ്റ് ആയിട്ടില്ല. നമുക്ക് വീണ്ടും കാണണം. ജയ് ഹിന്ദ്.